കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, നമ്മൾ ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകുന്ന മന്ത്രിമാരായ ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരായ ശ്രീ R മഹേഷ്, ശ്രീ വിഷ്ണുമോഹൻ, ശ്രീ MM നസീർ, ശ്രീ ഉല്ലാസ് കോവൂർ, പ്രിയപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രിയങ്കനായ മേയർ ശ്രീ ഹഫീസ്, UDF-ന്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ, മുൻ MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി, പ്രിയങ്കനായ കൊല്ലത്തിൻ്റെ MP, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കനായ നേതാവ് കൂടിയായ ശ്രീ NK പ്രേമചന്ദ്രൻ, പ്രിയപ്പെട്ട RSPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ, KPCC-യുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ സൂരജ് രവി, പ്രിയപ്പെട്ട UDF-ന്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജർമിയാസ് ഉൾപ്പെടെയുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ജനപ്രതിനിധികളെ, ജനനേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തക സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ഇവിടെ വീണ്ടും തിരുത്തി എഴുതപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ജില്ലയിൽ 9 MLA-മാരും 3 മന്ത്രിമാരും ഉണ്ടായിരുന്ന നമ്മുടെ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, പിന്നീട് നമുക്ക് MLA-മാരില്ലാതെ വന്നു. പിന്നീട് നമുക്ക് 2 MLA-മാരായി. ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് താഴോട്ടും മുകളിലോട്ടുമായി മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയായി. എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളും നമ്മൾ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ നമ്മൾ നിലനിർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ നമ്മൾ LDF-ന്റെ കുത്തകയായിരുന്ന കൊല്ലം കോർപ്പറേഷൻ നമ്മൾ തിരിച്ചു പിടിച്ചു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. മുനിസിപ്പാലിറ്റി ഭരണം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു, നമ്മുടെ കയ്യിലുണ്ടായി. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകൾ നമുക്ക് കൂടുതലായി നേടാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നമുക്ക് നേടാൻ കഴിയും. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ